പ്രകാശമേ മിഴി തുറക്കുക വേഗം. 9-ാം തീയതി ഗർഭവതിയായ തന്റെ പ്രിയപ്പെട്ട ഇളയമ്മയെ കാണാൻ വേണ്ടി യൂദയായിലെ മലമ്പ്രദേശത്തുകൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. തന്റെ ഇളയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന പരിശുദ്ധ അമ്മ. രണ്ടുപേരും ഗർഭവതികളാണെങ്കിലും തന്റെ ഇളയമ്മയുടെ അടുത്തേക്ക് ദീർഘദൂരം യാത്ര ചെയ്തെത്തുന്ന പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഒരു പുണ്യവും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇളയമ്മയുടെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന എളിമ, അവളുടെ ശാരീരികമായ സഹനം, ഈ ഗർഭ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും അവഗണിച്ചുകൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ. രണ്ടാമതായി, എലിസബത്ത് ജന്മം നൽകുന്നത് തൻ്റെ ഉദരത്തിൽ ജന്മം നൽകാൻ പോകുന്ന, അതായത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജന്മം ലഭിക്കാൻ പോകുന്നവന്റെ സാക്ഷിയായി മാറേണ്ട വ്യക്തിയാണ് എലിസബത്ത്, ജന്മം നൽകുന്ന വ്യക്തി. പക്ഷെ അതൊന്നും നോക്കാതെ പരിശുദ്ധ അമ്മ അങ്ങോട്ട് ചെല്ലുവാണ്. യോഹന്നാന്റെ അമ്മയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ ചെല്ലുവാണ്. അപ്പോൾ ആ ഒരു എളിമ, രക്ഷകന് ഞാനല്ല ജന്മം നൽകുന്നത്, യോഹന്നാന്റെ അമ്മ എൻ്റെ അടുത്തേക്കല്ല വരുന്നതെന്ന് വേണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ യോഹന്നാന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന, എലിസബത്തിന്റെ അടുത്തേക്ക് പോകുന്ന പരിശുദ്ധ അമ്മ. അമ്മയുടെ ഈ ഒരു മാതൃക നമുക്ക് വഴികാട്ടിയാകട്ടെ. അതായത് ജീവിതത്തിൽ എപ്പോഴും എളിമയോടെ മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കുവാൻ, തൻ്റെ ബുദ്ധിമുട്ടുകളോ ശാരീരിക പ്രയാസങ്ങളോ ഒക്കെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാനുമൊക്കെ പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മെ സഹായിക്കട്ടെ. അതിന് ഈശോ മിശിഹ നമുക്ക് ശക്തി പകരുകയും ചെയ്യട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക